വയ്യാത്ത കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അപ്പൊ അവർക്കാണ് ഇത്തരത്തിലൊരു അതുകൊണ്ട് അവര് ഇതുവരെ ഒന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ പറയാനൊക്കെ മടിക്കുകയായിരിക്കും. പക്ഷെ ഇത് സംഭവത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ ഖേദമുണ്ട്. നിങ്ങൾ ഇവിടെ ബൈബിളും കൊണ്ടുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്നത് മര്യാദയ്ക്ക് പഠിപ്പിക്കണം. അല്ല ഇവിടെ തോതിയാസം നടക്കത്തില്ല. ഇവിടുത്തെ മര്യാദയ്ക്ക് ഇവിടുത്തെ ആളെ ASമാരാണ് അവിടെ വന്നേക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. കാര്യമായിട്ട് പറയാൻ വന്നത്, അല്ലെങ്കിൽ ഇത് മര്യാദയ്ക്ക് ഇവിടെ ഓടത്തുമില്ല. വളരെ കാര്യമായിട്ട് പറയുക. ഇത്തരം രീതി ഈ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പുനലൂർ നടന്ന ചെറിയൊരു സംഭവത്തെക്കുറിച്ചാണ്. അപ്പം ചെറിയൊരു സംഭവമല്ല, അത് ചെറിയ വലിയ സംഭവം തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനം ഞാൻ പറയാം ഇത് എടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളത്. കാര്യം ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്ക് എനിക്കിത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ കാരണമാണ് ഞാൻ ഇതിന് അവസാനം പറയാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് നമ്മുടെ പുനലൂരാണ് സംഭവിച്ചേക്കുന്നത്. പുനലൂർ ലിവിങ് വാട്ടർ എന്ന് പറഞ്ഞൊരു ബെന്തിക്കോസ് സഭയുടെ ഒരു ഇതാണ്. കുട്ടികളെയൊക്കെ നോക്കുന്ന സ്ഥലമാണ്. കുട്ടികളെ നോക്കുന്ന പറഞ്ഞാൽ അപ്പനും അമ്മയും ഇല്ലാത്തത്, വീട്ടിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും താമസ സൗകര്യങ്ങളും എല്ലാം കൊടുത്ത് അവർക്ക് അവർ വീട്ടിൽ പോകാം, വീട്ടിൽ ഇവരെ വിടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സ്ഥാപനം. ഇങ്ങനത്തെ ഒത്തിരി സ്ഥാപനങ്ങൾ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഹിന്ദുസിൻ്റെ ഉണ്ട്, നമ്മുടെ സർക്കാരിൻ്റെ ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് പറഞ്ഞുണ്ട് സർക്കാരിൻ്റെതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല ഫുഡും കാര്യങ്ങളും നല്ല ഇതായിട്ട് പോകുന്നൊരു സ്ഥാപനമാണ് അത് കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അല്ലാതെ ഹിന്ദുക്കളുടെ ആയിട്ടുണ്ട്, പിന്നെ ക്രിസ്ത്യൻസിനായിട്ട്, ഇങ്ങനെ പല സഭയുടെ ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പം ആ ഒരു അങ്ങനെ നടത്തുന്ന ഒരു ചാരിറ്റി പോലെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഈ ബെന്തിക്കോസ് സഭയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് വിദേശത്തു നിന്നൊക്കെ നല്ല സാമ്പത്തികമായിട്ട് നല്ല സഹായങ്ങൾ കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇതിനൊരു പിന്നെ ഉത്തരവാദിത്വമില്ലാത്ത പോലുള്ള ഒരു സ്ഥാപനം ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ അവസാനം പറയാം. എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരാണ് കേട്ടോ. അതുങ്ങളൊക്കെ ഒരു 7ലും 6ലും 5ലും 8ലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അല്ലാതെ വലിയ പ്രായമായ ചെറുക്കന്മാരോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ വീട്ടിൽ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും വീട്ടിൽ ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞിനെ അവിടെ 500 രൂപ അതെടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ വാർഡനുമാണെന്ന് പറയുന്നു, വണ്ടിയുടെ ഡ്രൈവറാണെന്ന് പറയുന്നു, അവിടുത്തെ കുക്കാന്ന് പറയുന്നു. എന്നെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരും കൂടി ആ കൊച്ചിനെ ചോദ്യം ചെയ്യുകയും അതിനെ കാലയിൽ കയറ് കെട്ടി ഈ ഫാൻ ഇടുന്ന ഇതുണ്ടല്ലോ, കൊളുത്തുണ്ടല്ലോ, അതിലോട്ട് കയറിട്ട് ഇതിനെ കാല് കെട്ടി തൂക്കിയിട്ട് ഇതിനെ ഉപദ്രവിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ 30-ാം തീയതി നടന്ന സംഭവമാണിത്. 30-ാം തീയതി വ്യാഴാഴ്ച. അതിനെ എന്നിട്ട് അത് വീട്ടിൽ അതിൻ്റെ അച്ഛൻ വന്ന് ഇവർക്ക് അവധി ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചവിടെ കൊണ്ടുവിടാം. അവിടെ എപ്പോഴും ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ എപ്പോഴും കാണും. കാര്യം ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ കാണും. അവർ അവിടെ സ്ഥിരമായിട്ടുള്ള കുഞ്ഞുങ്ങളാണല്ലോ, ആരും കൊണ്ടുപോകാനും ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് തിരിച്ച് കൊച്ചിനെ കൊണ്ടുവിടുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് പറഞ്ഞു, വേണ്ട, എനിക്ക് അങ്ങോട്ട് ഇനി പോകണ്ട, എനിക്ക് പേടി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചോദിച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അവിടെ ഇട്ട് കുഞ്ഞുങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുക. അതുപോലെ അവിടുത്തെ ജോലികൾ മുഴുവൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഏത് അവിടുത്തെ പറമ്പിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കല്ല് പെറുക്കാനുണ്ടെങ്കിൽ, മണ്ണെടുക്കാനുണ്ടെങ്കിൽ, അതുപോലെ അവിടെ എന്തെങ്കിലുമൊക്കെ പണികൾ നടക്കുന്ന സമയത്ത് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ സമയത്ത് ആ സിമെൻറ്റ് കൂട്ടുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് എടുപ്പിക്കുക. അങ്ങനെയുള്ള വലിയ സിമെൻറ്റ് ഇഷ്ടികൾ എടുപ്പിക്കുക. അങ്ങനെയുള്ള വലിയ വലിയ ഭാരപ്പെട്ട പണികളാണ്. വലിയ കല്ലുകൾ ചുമപ്പിക്കുക കുഞ്ഞുങ്ങളെ കൊണ്ട്. ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഇവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ശമ്പളം കൊടുക്കേണ്ട, ചോദിക്കാനും പറയാനും ആരുമില്ല നിങ്ങൾക്ക്. അത് നിങ്ങളുടെ നിവൃത്തിയേട് കൊണ്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ആരോട് നിങ്ങൾ പരാതി പറയാൻ? പഠിക്കാൻ പോകാനുള്ള സൗകര്യം, ഫുഡും കിട്ടും, കിടക്കാൻ സ്ഥലമുണ്ട്. പിന്നെ നിങ്ങൾ ആരോട് എന്നെ പറയാനായിട്ടാണ്? സ്വന്തം കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് നമ്മളങ്ങനെ കഷ്ടപ്പെടുത്തുകയല്ല ഒരിക്കലും. പിന്നെ ഈ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് ഒറ്റ ഇതാണ്, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ബാലാവകാശ കമ്മീഷന്മാരൊക്കെ എവിടെ പോയെന്നാണ് എനിക്കറിയാൻ പറ്റാത്തത്. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ ശരിക്കും കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട്, കഷ്ടപ്പെടുത്തുന്നതുമുണ്ട്. പക്ഷേ അതൊന്നും അന്വേഷിക്കാൻ ആരുമില്ല. അല്ലാതെ കുഞ്ഞുങ്ങളെ എങ്ങാനും എന്തെങ്കിലും ഒരു വീടുകളിലാണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾ വീട്ടിൽ നിവൃത്തികളുണ്ട്, എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ ആ വീടിനെ നോക്കാണ്ട് ഒരു ചെറിയ പണിക്ക് ഉടനെ ബാലാവകാശ കമ്മീഷനായി, മറ്റതായി മറിച്ചതായി എല്ലാമായി. ഈ കുഞ്ഞൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്, ഒരു കൊച്ചാണ് കേട്ടോ. അതിനെ മുഖം കാണിക്കാനോ ഇതൊന്നും പിള്ളേരൊന്നും കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ അതിനെ കാണിക്കുന്നേ ഇല്ല. അതിൻ്റെ ഫോട്ടോ പോലും ഞാനത് കാണിക്കുന്നില്ല. ഒരു കുഞ്ഞു കൊച്ചാണ്. അവർ വീടൊക്കെ കാണിച്ച് കേട്ടോ. നമുക്ക് പണ്ട് ഇപ്പം അങ്ങനത്തെ വീടൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ മണ്ണ് കുഴച്ച്, ഏത് വെട്ടുകല്ലല്ല, അല്ലാതെ മണ്ണ് കുഴച്ച് ഇഷ്ടി ഉണ്ടാക്കത്തില്ല, ഈ നമ്മുടെ സാധാ പൂഴിമണ്ണ്, ആ മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയ കട്ട കെട്ടിയ ഒരു കുഞ്ഞൊരിത്, ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു വീട്. അതിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ആമവാദം, അങ്ങനെ അസുഖമായിട്ട് അവർ എണീറ്റ് നടക്കാൻ പോലും വയ്യാതെ അവർ എടുത്തുകൊണ്ടാണ് ആശുപത്രി പോകുന്നത്. അതുപോലെ അവർക്ക് അസുഖങ്ങൾ, പിന്നെ ഇവർ 4 ആമ്പിള്ളേർ എങ്ങാണ്ട് ഉള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേളെ കൊച്ചാണിത്. അപ്പോൾ ഈ ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ചിലവിന് കൊടുക്കാനും മക്കളുടെ ബുദ്ധിമുട്ട് കാര്യം ഇവർക്ക് ചികിത്സിക്കാനും എല്ലാം ആയിട്ട് ഒരു നിവൃത്തിയില്ലാത്തൊരു കുടുംബമാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ അവിടെ വിട്ടത്. അപ്പോൾ കുഞ്ഞിങ്ങനെ പറഞ്ഞു, അതിനെ ഉപദ്രവിച്ച് നോക്കിയപ്പോൾ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പിറ്റേ ദിവസം സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇവർ പറയുന്നത് അച്ഛൻ വന്ന് വിളിച്ചപ്പോഴും കൊച്ചിന് പരാതിയില്ലായിരുന്നു, അച്ഛൻ കൊണ്ടുപോയപ്പോഴും പരാതിയില്ലായിരുന്നു, പിറ്റേ ദിവസമാണ് കേസാക്കിയെന്ന് പറയുന്നുണ്ട്. അത് ഇതിന് അവിടെ വെച്ച് വന്നപ്പോൾ, ഇതിനെ വിളിക്കാൻ വന്നപ്പോൾ ഒരുപക്ഷെ പറയാതിരുന്ന എന്നായിരിക്കും എന്ന് വെച്ചാൽ പേടിച്ചിട്ടായിരിക്കും. കാര്യം വീണ്ടും തിരിച്ച് ഇങ്ങോട്ടാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് അവിടെ നിന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചെയ്യും. സ്വന്തം വീട്ടിലെ സിറ്റുവേഷൻ കാര്യങ്ങളും എല്ലാം അതിനറിയാം. പിന്നെ അത് തിരിച്ചിങ്ങോട്ട് തന്നെ വരാനുള്ള കുഞ്ഞാണ്. അപ്പോൾ അവിടെ നിന്നൊരു പറയുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരറിയും. അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെയും അത് അവിടെ ഇടയ്ക്കോട്ട് തന്നെയാണ് അവർ ഉപദ്രവിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അതുകൊണ്ടാണ് അത് മിണ്ടാതിരുന്നത്. അതിനെയും കൊണ്ട് പോയി അത് ഇങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങേരെ അവിടുത്തെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനല്ല എന്ന് വരെ ഇപ്പോൾ അവരങ്ങ് ആക്കി തീർത്തു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരനാണെങ്കിലല്ലേ ഉള്ളൂ കേസും
പ്രശ്നങ്ങളൊക്കെ വരുന്നത് അവരും കൂടെ ഏറ്റെടുക്കണ്ടേ. ഇത് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചാൽ ഇങ്ങനെ മദ്യപാനിയാന്ന് പറയുന്നു. ഒരു പാസ്റ്റർമാരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ ഈ മദ്യപിക്കുന്ന ആൾക്കാരെയാണോ ഈ കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ ഏൽപ്പിക്കേണ്ടത്? മദ്യപിക്കുന്നതിൻ്റെ ഇതുകൊണ്ടാണ്, ആ പ്രശ്നം കൊണ്ടാണ് ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ വീട് ശരിയാകാനുണ്ടെന്നോ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്നോ അതാണ്ടൊക്കെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. പക്ഷേ എന്നാ പറഞ്ഞാലും അതൊന്നും ഇതിനൊരു ന്യായീകരണമല്ല. ഇതിപ്പം നമുക്ക് ആദ്യം തന്നെ കാര്യങ്ങൾ കാണാൻ പറഞ്ഞു വെച്ചാൽ ആ സ്ഥാപനത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ കയറി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം? അത് നമ്മുടെ ഈ നിയമം ഒട്ടും മുന്നോട്ട് ഇതായിട്ട് പോകുന്നില്ല. ഒട്ടും മുന്നോട്ട് ഇതായി പോകുന്നില്ലെന്ന് പറഞ്ഞാൽ തീരെ പാമ്പിടിച്ച വീട്ടിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു വിഷയം കൂടെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ആരുമില്ല അതിനെതിരെ ശക്തമായിട്ട്. പൈസ ഉള്ളവൻ്റെ കൂടെ നിൽക്കാൻ ആൾക്കാരുള്ളൂ. ആ ഒരു പുള്ളിക്കാരനെ എന്ത് കാര്യമായിട്ട് പോലീസുകാർ കൊണ്ടുപോകുന്നതെന്നറിയാം. എന്ത് കാര്യമായിട്ട് കൊണ്ടുപോയി എത്ര പവിത്രയോടുകൂടി ചോദ്യം ചോദിക്കുന്നത്? ഒരു സാധാരണക്കാരനെ മറ്റെന്തെങ്കിലും ഒരു കേസുകാരന് പിടിക്കുന്നത് ഇവർ കൊടുക്കൂല, തല്ലും തൊഴിയൊക്കെ എന്നതെല്ലാം കാണിക്കും. പക്ഷേ ഇത് എത്ര ഇതായിട്ടെന്നറിയാം, കാര്യമായിട്ട് ചോദിക്കും. ഇപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അവിടുത്തെ കുട്ടികളാരും പറഞ്ഞിട്ടുമില്ല. അവിടെ CCTV ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ CCTV എടുക്കട്ടെ, അവർ അതിനത്ര കാണിക്കട്ടെ. ഇവർ ചോദ്യം ചെയ്തെന്ന് പറയുന്നു. പൈസ എടുത്തതിന് ചോദ്യം ചെയ്തു, അല്ലാതെ ഇവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇവർ അവിടുത്തെ അതിൻ്റെ ആ ഉടയനും ഒരു മെയിൻ പാസ്റ്ററുണ്ട് അദ്ദേഹവും പിന്നെ ഈ ഉപദ്രവിച്ചവരും ഒക്കെ പറയുന്നത്. എന്തായാലും വിദ്യാർത്ഥി സംഘടനക്കാർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാര്യം നിയമത്തിൻ്റെ വഴിക്ക് പോയില്ലെങ്കിൽ ആളുകൾ കയറി ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇവിടെ ബൈബിളും കൊണ്ടുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്നത് മര്യാദയ്ക്ക് പഠിപ്പിക്കണം. അല്ല ഇവിടെ തോതിയാസം നടക്കത്തില്ല. ഇവിടുത്തെ മര്യാദയ്ക്ക് ഇവിടുത്തെ ആളെ AES-കാരാണ് അവിടെ വന്നേക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. കാര്യമായിട്ട് പറയാൻ വന്നത്, അല്ലെങ്കിൽ ഇത് മര്യാദയ്ക്ക് ഇവിടെ ഓടത്തുമില്ല. വളരെ മാന്യമായിട്ട് പറയുക, ഇത്തരത്തിൽ രീതി ഈ സ്ഥാപനം ഓടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത് വളരെ അടിയന്തരമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ആ കാര്യം അതാ. അടിയന്തരമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ ഇവിടുത്തെ ആരാണെന്ന് വെച്ചാൽ അവരെ ഇവിടെ വിളിച്ചു വരുത്താം. അല്ലാതെ നിങ്ങൾ ഇവിടെ വീട്ടിൽ പോകുന്ന നിങ്ങൾ വിചാരിക്കേണ്ട. ഈ സ്ഥാപനം ഇവിടെ ഓടത്തില്ല. ഇവിടെ AUF-ന്റെ AES-ന്റെ CPI-യുടെ എല്ലാ ഫയലുകളും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കും. ഈ സ്ഥാപനം ഇവിടെ ഓടത്തില്ല. വിദ്യാർത്ഥികളെ ഈ സ്ഥാപനത്തിന്റെ മെയിനായിട്ടുള്ള ഒരു പ്രിൻസ് എന്നോ മറ്റെങ്ങാണ്ടാണ് ഒരു പാസ്റ്ററുടെ പേരെന്ന് തോന്നുന്നു. അദ്ദേഹത്തെയാണ് ഇവർ വിളിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ നിൽക്കുന്ന മറ്റുള്ള ജീവനക്കാർക്കും ഈ ഒരു പ്രശ്നം വന്നപ്പോൾ മൊത്തത്തിൽ ഇത് പ്രശ്നം വന്നിട്ടുണ്ടോ? ഒന്നും ചെയ്യാത്ത ഒരാളാണ്, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളുടെ നേരെയാണ് ഇപ്പോൾ ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ സ്ഥാപനത്തിൽ ഒരാൾ ചെയ്തുകൊണ്ട് അതിനകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ആ പുള്ളിക്കാരനോട് പറയുന്നുണ്ടോ നിന്നെ കെട്ടിത്തൂക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഇടയ്ക്കെങ്കിലും അവിടെ ചെറിയ ചെറിയ രീതിക്കെങ്കിലും ഇവിടെ എന്നതാണ് നടക്കുന്നത്, ഇങ്ങനെയൊക്കെ പിള്ളേരെങ്ങനെയാണ് അവരെ അറിയിച്ചതിന് ശേഷമല്ല പോകേണ്ടത്. അവരെ അറിയിക്കാതെ അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. സംഘടനകളല്ല, ഇതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരാണ് പോയി നോക്കേണ്ടത്. നോക്കി ഇങ്ങനെ എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർ പഠിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഈ പിള്ളേരെ കൊണ്ട് മണ്ണ് വാരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആരോ വീഡിയോ എടുക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെ കൊണ്ട്, കൊച്ചു പിള്ളേർ, അതുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മണ്ണ് എടുക്കാൻ പോലും വയ്യ. വലിയൊരു ചട്ടിയോ കൊട്ടയോ അങ്ങനെ ഇടാൻ തോന്നുന്നു. അതിനകത്ത് മണ്ണ് വാരിക്കൊണ്ട് പോകുന്നു. പക്ഷേ ആ വീഡിയോ നമുക്ക് ഇടാൻ പറ്റത്തില്ല. കാര്യം കൊച്ചു പിള്ളേരെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല. അത് പ്രശ്നമാകുന്നതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഇട്ടായിരുന്നേ. ആ കൊച്ചുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നല്ല വ്യക്തമായിട്ട് വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് ധാരാളം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചാരോ വേറെ ആരോ വീഡിയോ എടുക്കുന്നതാണ്. അവിടെ ഇതിനു മുമ്പ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കാൻ ആർക്കൊന്നും പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ പിടിപാടും കാര്യങ്ങളും ഉള്ളവരാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അവിടെയുള്ള നാട്ടുകാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ഇത് കാണുന്നവരാണ്. അവർ ഈ കുഞ്ഞുങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നതും ഈ കുഞ്ഞുങ്ങളെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കുന്നതും കണ്ടവരാണ്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കണ്ടിട്ടുണ്ട്. നിങ്ങളോടൊന്നും കുട്ടികൾ സംസാരിക്കാനൊക്കെ സമ്മതിക്കില്ല? ഈ കോമ്പൗണ്ടിൽ വെളിയിലേക്ക് അവർ പഠിക്കാനോ എന്തിനെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ പഠിക്കാൻ വണ്ടിയിലാ പോകുന്നത്. ജീപ്പുണ്ട്. ആ ജീപ്പ് ഡ്രൈവറാ ഇപ്പൊ ഇത് കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. ശരിക്കും അമ്മ നമ്മളൊരു കാര്യം പറയാം. നമുക്കറിയാം ഈ സ്ഥാപനം കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ ഏതെങ്കിലും ഈ ഒരു ബെന്തിക്കോസ് മിഷന്റെ ഓണർ എന്ന് പറയുന്ന പ്രിൻസ് എന്ന് പറയുന്ന ആളാണ്. അയാൾ ഇതുവരെയായിട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു? ഇല്ല വന്നിട്ടേ ഇല്ല. ഇപ്പൊ ഇതുവരെയും ഞങ്ങളും പറയുന്നത് പോലീസുകാരോട് വരെയും പറഞ്ഞു, സാറേ എന്തുകൊണ്ട് ആ പ്രിൻസ് പാസ്റ്റർ ഇവിടെ വരുന്നില്ല, അത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിലവിൽ ഇത്രയും അധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഒരു ഗതിയും ഇല്ലാത്ത മക്കളെ ആയിരിക്കും വരുന്നത്. അപ്പൊ അവർക്കാണ് ഇത്തരത്തിലൊരു, അതുകൊണ്ട് അവര് ഇതുവരെ ഒന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ പറയാനൊക്കെ മടിക്കുകയായിരിക്കും. പക്ഷെ ഇത് സംഭവത്തിൽ ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഇത് പറയാനായിട്ട്. ഇവരെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അമ്മയും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന സമയത്ത് പല പ്രാവശ്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങള് എടുത്ത് പൊക്കാൻ വയ്യാത്ത സിമന്റ് കട്ട കുഞ്ഞുങ്ങൾ ചുമന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ചോദിച്ചിട്ടുണ്ട് നമ്മൾ ചോദിക്കാൻ, അവരോട് നമ്മൾ ചോദിക്കാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങോട്ട് നോക്കാൻ പറ്റുമോ? അങ്ങോട്ട് നോക്കുവാന്ന് ഇനി നമുക്ക് എന്തുവാ വരുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് വിഷമം കൊണ്ട് ഞങ്ങൾ പറയും, ദൈവം തോന്നുന്ന കഷ്ടം നമ്മുടെ കുഞ്ഞുങ്ങൾ കട്ട നോക്കുന്നു. ഞങ്ങളൊരു സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളും ഇതേപോലെ പോവാന്ന് ഇതേപോലെ ചെയ്യുന്ന, അതാണ് ഞങ്ങൾക്ക് വിഷമാവുന്നത്. ലിവിംഗ് വാട്ടർ അവിടെ ആ പരിസരത്തുള്ള ആൾക്കാരാണ് ഈ പറയുന്നത്. അവിടെ ഉള്ളവർ ഇവരുടെ ചെലവിൽ കഴിയുന്നവർ പോലുമല്ല. അവർക്ക് പോലും ഇത്രയും ഭയത്തോടു കൂടി ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി.
അവരുടെ ചെലവിൽ അവർ കൊടുക്കുന്ന ആഹാരം, അവർ കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. അതാണ് പറഞ്ഞത്, ഇതുപോലുള്ള ഒരു നിവൃത്തിയില്ലാത്ത ഓരോ വീടുകളിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടേച്ച് അവിടെ ഇട്ട് ശരിക്കും കഷ്ടപ്പെടുത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത്, ഉപദ്രവിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ആരും ചോദിക്കാനില്ല. ചില കുഞ്ഞുങ്ങൾ ഇതെല്ലാം കാര്യം സ്വന്തം വീട്ടിലോട്ട് ചെന്നാൽ അവിടുത്തെ നിവൃത്തികളൊക്കെ അവർക്കറിയാം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ലെന്ന് അതെനിക്കറിയാം. പിന്നെ ഇവിടെ നിന്നതെല്ലാം സഹിച്ചേക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പിന്നെ വളർന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഇവർ ക്രിമിനലായിട്ടാണ് മാറുന്നത്. കാര്യം വെച്ചാൽ ഇവരുടെ ബാല്യകാലം മൊത്തം ഇവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവർ വളർന്നു വരുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ആരുടെ സ്നേഹമോ മനസ്സാക്ഷിയോ അനുകമ്പയോ ഒന്നുമില്ല. അവർക്ക് എല്ലാ ശത്രുക്കളാണ് പിന്നെ അവർ മുന്നിൽ കാണുന്നത്. അങ്ങനെയുള്ള ഒരു പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്നതെന്ന് ഓർക്കണം. പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ മൈൻഡിലേക്കാണ് പോകുന്നത്. കാര്യം ഇവരെപ്പോഴും ഉപദ്രവവും ഈ ഒരു പീഡനവും ഇങ്ങനെ അവർക്ക് ദയ, സ്നേഹം, വാത്സല്യം ഇതൊന്നും കിട്ടുന്നില്ല അവർക്ക്. അതൊന്നും കിട്ടാതെ കുഞ്ഞുങ്ങൾ വളരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു മൈൻഡിലാണ് അവർ വളർന്നത്. അവരത് മറ്റുള്ളവരിലേക്ക് പിന്നെ അവരിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടുത്തെ ഇതിൻ്റെ മെയിൻ ഇതായിട്ടുള്ള അതിൻ്റെ ഓണറായിട്ടുള്ള പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. കാര്യം വെച്ചാൽ ഈ ഒരു പ്രശ്നം അവരെങ്ങനെയാണ് വളച്ചൊടിച്ച് കൊണ്ടുവരുന്നവർക്കണം. ഈ ഒരു കാര്യം ആദ്യം മാത്രമേ ഉള്ളൂ ഇതൊരു പാസ്റ്റർ നടത്തുന്നതാണെന്നും ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഇങ്ങനെ ഒരു പേരും കാര്യങ്ങളൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങൾ. ഇവിടെ അവർക്ക് ബൈബിൾ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ അവധി സമയത്ത് ബൈബിളിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ബൈബിൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അവരെ ഇവരുടെ അവരിലേക്ക് അവർ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാ മതക്കാരും കാണും അവിടെ, അല്ല ചിലപ്പോൾ ഹിന്ദു ക്രിസ്ത്യാനിയൊക്കെ കാണും. പക്ഷെ അവരെല്ലാം ഇവരുടെ ആ ഒരു സഭയുടെ ഇതിലേക്കാണ് ഇവർ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ നോക്കുന്നതാണ് ഇവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അപ്പം ആ ഇതിലേക്ക് ഇവർ പറയുന്ന ആ ഒരു കാര്യങ്ങൾ എത്ര വളച്ചൊടിച്ചാണ് അവരെ തിരിച്ച് കൊണ്ടുവരുന്നതെന്ന് നോക്കണം. ആദ്യം തന്നെ പറഞ്ഞു ആ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ പിരിച്ചു വിട്ടതാണ്. പിന്നെ തൽക്കാലത്തെ പിരിച്ചു വിട്ടിയ ഒരാളെ എന്നത്തിനവിടെ തൽക്കാലത്തേക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ നിർത്തി. അതിന് ഇവർക്ക് ഉത്തരമില്ലേ? 30-ാം തീയതി വൈകിട്ട് നടന്ന സംഭവമാണിത്. ലൈജു എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് അവിടെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇച്ചിരി മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അയാളെ ഈ വെക്കേഷൻ അപ്പോൾ നമ്മൾ മാറ്റാനൊക്കെ ഉണ്ടെന്ന നിലയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുത്തെ ഇൻചാർജായിരുന്നു കുക്കിന്റെ കാര്യത്തിൽ. അപ്പം 30-ാം തീയതി അദ്ദേഹം രാവിലെ അവിടുന്ന് പോകേണ്ടതാണ്. എന്നാലും അദ്ദേഹത്തെ കൊണ്ടുവിട്ട പാസ്റ്ററും അവരുടെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോൾ താമസിക്കാൻ വീടില്ല, അവരുടെ ആരുടെ ഒരു വീട് റിപ്പയർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരു 10-15 ദിവസം കൂടെ താമസിക്കാനിരിക്കുന്നു പറയുന്നത് താമസിക്കാം. അപ്പം ഇവന്റെ ആ ജോലിയിൽ നിന്ന് ഇവൻ ഓൾറെഡി ഔട്ടാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇവന് ഈ ജോലി നഷ്ടപ്പെടുന്നോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവന് ഈ പിള്ളേരെ വിളിച്ച് ഒരു പെട്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് അവന്റെ 500 കാണാതെ പോകുമെന്ന് പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയും വരട്ടാൻ വേണ്ടി കാലം കെട്ടി എന്നാ പറയുന്നത്. അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നതിൻ്റെ ആ ഒരു ദേഷ്യം കൊണ്ടായിരിക്കാമെന്ന് എന്തോ നിസ്സാരമായിട്ട് പറയുന്നു. അതുകൊണ്ട് കാല കെട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പോലീസുകാരെ കയറും കണ്ടെടുത്തു, ആ വടിയും കണ്ടെടുത്തു. അതിന് ഉപദ്രവിച്ച വടിയും അത് രണ്ടും പോലീസുകാരുടെ കയ്യിരിക്കുന്ന കാണിക്കുന്നുണ്ട്. ആ കൊച്ചിൻ്റെ കാല കെട്ടി കയറാന്ന് പറഞ്ഞു ആ വടിയാണ്. അപ്പോൾ അതൊക്കെ ചുമ്മാതാണ് തെളിവായിട്ട് എടുത്തേക്കുന്നത്. അതൊക്കെ ചുമ്മാ തെളിവായിട്ട് എടുത്തേക്കുന്നതാണോ? കെട്ടി എന്നാണ് പറയുന്നത്, അല്ലാതെ ചെയ്തതായിട്ട് ഇവർക്ക് അറിയത്തില്ല. അവിടെ CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇവർ നോക്കിയിട്ടില്ല. അവർ ഓൾറെഡി പറഞ്ഞു വിട്ട ആളാണ്. 30-ാം തീയതി മുതൽ പുള്ളി ഇനി അവിടെ ജോലിക്കുള്ള ആളല്ല, അന്ന് നടന്ന സംഭവമാണ്. അപ്പം ആ പുള്ളിയെ പറഞ്ഞു വിടുന്നതിൻ്റെ ഒരു മദ്യപാനിയായ ഒരാളെ വീണ്ടും അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ആ കുഞ്ഞിനെ വേറെ എന്തെങ്കിലും ചെയ്ത് അതിനെന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇവരാരോട് സമാധാനം പറയായിരുന്നു. അന്നേരവും കുറേ ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കും. ആരും പിടിക്കപ്പെടാൻ പോകുന്നില്ല. ഇപ്പം തന്നെ ആ കോളേജിലെ പയ്യൻ മരിച്ചത് പിടിച്ചോ? കുറേ ഹർത്താലും കുറേ പ്രശ്നങ്ങളും കുറേ ബഹളങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇത് മീഡിയാസും കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യങ്ങളങ്ങ് വിട്ട് കഴിയുമ്പോൾ പിന്നെ ആ വീട്ടുകാർക്ക് മാത്രമാണ് പിന്നെ അതിനെപ്പറ്റിയുള്ള ചിന്തയും കാര്യങ്ങളും വരുന്നത്. അത് സമൂഹത്തിന്റെ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണത്. ഈ 6:30 ഈ കാര്യം സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവരുടെ സ്റ്റാഫിനോടോ എന്നോടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുക പിള്ളേരെ കരച്ചിൽ ഒന്നും ചെയ്തില്ല. കൂടുതലുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു അറിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വരട്ടിയെന്നാണ് ആ പിള്ളേർ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് കുട്ടികളെ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പം വന്നു. ഈ സംഭവം കഴിഞ്ഞ് പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് ഫുഡ് 7 മണിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞപ്പോൾ അപ്പം വന്നു. അപ്പം കൂടെ പോയി. അവിടെ ഇരുന്ന സ്റ്റാഫൊന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞാണ് ഈ ഒരു ഇങ്ങനെ കേസായെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇന്നപോലൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷൻ വന്നപ്പോഴാണ് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ഇത്ര മനസ്സിലാക്കി. അല്ല മാത്രമൊന്നും ഇന്നത്തെ കാര്യങ്ങൾ നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കെട്ടി തൂക്കിയൊന്നുമില്ല. ഇങ്ങനെ ഇപ്പം കേട്ടല്ലോ കാര്യം എങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുപോയെന്ന്. അങ്ങനെയൊന്നും കെട്ടി തൂക്കിയില്ല. അതങ്ങനെ വരുവുള്ളൂ. കെട്ടി തൂക്കി കൊന്നാലും അങ്ങനെ വരുവുള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ കാര്യങ്ങളൊന്നും പുറത്തോട്ടൊക്കെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അതങ്ങനെയാണ്. അവിടെ കൊണ്ടുവിടുന്ന എൻ്റെ പേരൻസ് ചിന്തിക്കുക. അവിടെ ഉള്ള കുഞ്ഞുങ്ങളാരും ഇങ്ങനെ ഒരു കരച്ചിൽ കേട്ടില്ല, ബഹളം കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കരച്ചിലും ബഹളമൊക്കെ കേട്ടെന്ന് അവിടെ ഉള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും പറയുമോ? ആരും പറയല. ഇപ്പോൾ അവിടുത്തെ അയൽവാസികൾ തന്നെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നത് കേട്ടോ. ആ കുഞ്ഞുങ്ങൾ പറയില്ല. കാര്യം അവർക്കവിടെ നിന്ന് പോകാനുള്ള ഇടമാണ്. അവരൊരിക്കലും പറയല. ഇവർക്കെതിരായിട്ട് കുഞ്ഞുങ്ങൾ ആരും മൊഴി കൊടുക്കത്തുമില്ല. പുള്ളി ചിരിച്ചോണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരട്ടി എന്നേ ഉള്ളത്. കാല കെട്ടി തൂക്കുന്നതിന് വരട്ടുക എന്നാണോ പറയുന്നത്? ഇങ്ങനെ ഇപ്പം വരട്ടി അവിടെ നിൽക്കുന്ന പിള്ളേരെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ട് പിള്ളേർ പേടിക്കത്തക്ക നല്ലത്. പിള്ളേർക്ക് ഒരു ഭയം ഉണ്ടായി. അതാണ് അപ്പനോട് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അവർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നിലയിലായി. പിന്നെ കേസ് കൊടുത്ത് ഈ നിലയിലായി എന്നുള്ളതാണ്. എൻ്റെ സ്ഥാപനം, നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഡീം വാട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി എന്ന് പറഞ്ഞൊരു ബൈബിൾ കോളേജ് ഉണ്ട്. അവിടെ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് 2005. അപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഹോം അവിടെ നമ്മൾ CWC പെർമിഷനോടുകൂടെ കാര്യങ്ങൾ നടക്കുന്നത്.
അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാനും കാര്യങ്ങളും ഒക്കെ ആളുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഇതിനകത്തുണ്ടായി. കുട്ടികളെ പഠിപ്പിച്ച് ആരുമില്ലാത്ത കുട്ടികളും നിവൃത്തിയില്ലാത്ത പിള്ളേരും അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മളിപ്പം 15 വർഷമായിട്ട് ഇങ്ങനെ ഈ സ്ഥാപനം നടത്തുന്ന ഇങ്ങനെ ഒരു പരാതിയായിട്ട് സ്റ്റേഷനിൽ വരേണ്ടതായിട്ട് വന്നിട്ടില്ല. കുറെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇങ്ങനെയുള്ള റൂമുകളിലൊക്കെ സോൾവ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിട്ട് ചെയ്ത് അവിടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടി CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് സമയത്ത് അത് ക്യാമറ ആയതുകൊണ്ട് പിക്ചർ എടുത്ത് നമുക്ക് ഉടനെ എന്റെ മൊബൈലിൽ വരും. ഞാൻ ശ്രദ്ധിക്കാറുള്ള പല കാര്യങ്ങൾ ഈ വീട്ടിൽ അന്നേ പറഞ്ഞു വിട്ടതാ. പിന്നെ പുള്ളി ചോദിച്ച് താമസിച്ചോട്ടെ എന്ന് പറഞ്ഞ് വീട് റിപ്പയർ ചെയ്യുന്ന ഒരു മനുഷ്യ വരികയാണെങ്കിൽ നമ്മൾ അവിടെ നിർത്തിയില്ല. അദ്ദേഹത്തിന്റെ ക്ലാസ് മറ്റുള്ളവരും കൊണ്ടുവിട്ടവരെ റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിർത്തിയത്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി മനുഷ്യ പരിഗണനകൾ ഈ കാര്യത്തിൽ ഉണ്ടായത്. നമ്മളിങ്ങനെ ഒരു കാര്യം സംഭവിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ലൈജു. നമ്മളെ ഞാൻ ഡയറക്ടറാണ് സാർ. എന്റെ പേര് പ്രിൻസ്. അല്ലല്ല, അവിടെ വെച്ച് തന്നെ മർദ്ദിച്ചൊന്നുമില്ല, അങ്ങനെ മർദ്ദിച്ചിട്ടൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇദ്ദേഹം വരട്ടാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു. ഈ ഒരു സംഭവം അങ്ങനെ ചെയ്യേണ്ട രീതി അല്ല കാര്യങ്ങൾ. ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് ഒരു സ്റ്റാഫ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ കുട്ടികളോ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് മാതാപിതാക്കളോട് നമ്മൾ പോയി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചോദിക്കാൻ അറിയാനൊന്നും ഒരു സംഭവം കിട്ടില്ല. അവിടെ CCTV ഉണ്ട്, ഇദ്ദേഹത്തിന്റെ മൊബൈലിൽ അവിടുത്തെ വിഷ്വൽസ് എല്ലാം കിട്ടുന്നുണ്ട്. ഇതൊന്നും പുള്ളി കണ്ടില്ല, ഈ കാര്യങ്ങളൊന്നും കണ്ടില്ല. ആ കുട്ടിയുടെ ദേഹത്തെ പാടുകളുണ്ട്, അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിനെ മറ്റേതെങ്കിലും ചാനലിനകത്ത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമായിരിക്കും. ന്യൂസ് ചാനലിനകത്തൊക്കെ അതിൻ്റെ ദേഹത്തെ പാടുകളുണ്ട്, അതിന് ഉപദ്രവിച്ചതിൻ്റെ പാടുകളുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവരത് നിസ്സാരമായിട്ട് തള്ളിക്കളയണം. ആരുമില്ലാത്ത കുട്ടികളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഈ ആരുമില്ലാത്ത കുട്ടികളാകുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല. എന്നതും ചെയ്യാം, എന്നെ ചെയ്താൽ ആരും ഒന്നും മിണ്ടുകയില്ല. പട്ടിയെ പോലെ ഇട്ട് അവിടെ ഇട്ട് എന്നെ വേണമെങ്കിലും ചെയ്യാം. പട്ടിയും പിന്നെ തിരിച്ച് കടിക്കുന്നെങ്കിലും പേടിച്ച് ഇവർ ഉപദ്രവിക്കാതിരിക്കും. ഈ കുഞ്ഞുങ്ങളെ ഇട്ട് അവരെ ആക്രമിക്കാം, അവർക്ക് ഫുഡ് കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ അവരെ അവിടുത്തെ ജോലി മുഴുവൻ ചെയ്യിപ്പിക്കാം അവരെ കൊണ്ട്. എന്നാ ചെയ്താലും ചോദിക്കാനും പറയാനും ആരും വരികയില്ല. ഇതൊക്കെ നിങ്ങൾ നോക്കണം. ഈ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ ഇതിപ്പോൾ തന്നെ പൊതുജനം കയറി ഏറ്റെടുക്കുന്നു. ഇനി ഇതുപോലെ പല കാര്യങ്ങളും ഇങ്ങനെ ആൾക്കാർ ഏറ്റെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതെന്നാണെന്നറിയോ, നമ്മുടെ നിയമം വളരെ ഇതായതുകൊണ്ടാണ്, മോശമായതുകൊണ്ട് തന്നെ വേണം പറയേണ്ടത്. കാര്യം ഇങ്ങനെയുള്ള കേസൊക്കെ വന്നാൽ അവർ അനങ്ങുകയില്ല, അവരത് ഒത്തുതീർപ്പാക്കി ഒതുക്കി വിടും. അതുങ്ങൾക്ക് കേസിന് പോകാനായിട്ട് പൈസയുണ്ട്, വക്കീലിനെ വെക്കാൻ പൈസയുണ്ട്, ഒന്നുമില്ല. അതുകൊണ്ട് അതുങ്ങൾ അങ്ങ് നിൽക്കും, അത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇനി വേണേൽ അവിടെയുള്ള കുഞ്ഞുങ്ങളായിട്ട് വരട്ടി കഴിയുമ്പോഴത്തേക്ക് പിള്ളേരൊന്നും ഒന്നും പുറത്ത് മിണ്ടുകയില്ല. കാര്യം എങ്ങനെയാലും മുന്നോട്ട് പോകണ്ടേ. അതുകൊണ്ട് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്നാന്നും ഈ വീഡിയോയുടെ ഇതിനെപ്പറ്റി ഈ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് ഇത്ര ഇതായിട്ട് തോന്നിയതിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ആദ്യത്തെ വരുമാനം കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, നമുക്ക് ഇവിടങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് ഇച്ചിരി മാറിയാണത്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യുക, അവർക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അപ്പോൾ അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഫുഡിനുള്ള പൈസ കൊടുക്കാം, നിങ്ങൾക്ക് ഒരു ദിവസം ഇവരുടെ കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്തു. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പിള്ളേരല്ലേ യൂണിഫോം ഇടുന്നതുകൊണ്ട് ഒരുപാട് ഡ്രസ്സുകൾ, ഇവരുടെ ഡ്രസ്സ് പുത്തം പോലെയാണ് ഇരിക്കുന്നത്. കാര്യം ഇവർ യൂണിഫോം ആയതുകൊണ്ട് അങ്ങനെ ഡ്രസ്സുകൾ അങ്ങനെ ഇടത്തില്ല. വീണ്ടും ഇത് മേടിച്ച് ഇങ്ങനെ കൂട്ടുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. ഇത് ആൺകുട്ടികളുടെ ഒരു ഹോസ്റ്റലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെച്ചാൽ കണ്ണൻ്റെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ പുതിയ ഡ്രസ്സാണ്, കീറിയത്, ഒരു ബട്ടൺ പോലും പോയതല്ല, നല്ല ഡ്രസ്സുകളാണ്, അത് നിങ്ങൾ എടുക്കൂ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു. അവർ പറഞ്ഞു എടുക്കും, അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അപ്പനും അമ്മയൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ്, പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നെ ആ ഡ്രസ്സെല്ലാം നിങ്ങൾ നല്ല ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചാണ്, ഒന്നും കൂടെ വാഷ് ചെയ്ത് അത് തേച്ച് നല്ല വൃത്തിയാക്കി ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ചെന്ന് സ്ഥാപനത്തിൽ ചെന്ന് ആ സ്ഥാപനത്തിലെ ജീവനക്കാരനൊരു പാമ്പ് പിടിച്ചൊരു പയ്യനാണ്. കാര്യം എനിക്ക് ആരോടും ഒന്ന് ദേഷ്യപ്പെടാൻ പോലും ഉള്ളൊരു ഇതില്ലാത്തൊരു മനുഷ്യനാണ്. അവിടെ പിള്ളേരോട് പോലും ഒന്ന് ഒച്ച എടുത്ത് സംസാരിക്കത്തില്ല. പക്ഷേ അവിടുത്തെ കുഞ്ഞുങ്ങൾ, എനിക്കറിയാമല്ലോ ഇതുപോലെ പിള്ളേർ കിടന്ന് ഉപദ്രവമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി ഉണ്ടാക്കുമോ, ഒരെണ്ണത്തിനെ പിടിച്ച് ഒരെണ്ണത്തിന് എറിയുവാണ് ചെയ്യുന്നത്. അത് കണ്ട് അവിടെ അയച്ചിരുന്നതിൽ നിന്നിട്ടുണ്ടല്ലോ, എനിക്ക് അവിടെ നിന്ന് എങ്ങനെയും ഇറങ്ങി പോന്നാൽ മതി എന്നേ ഉള്ളായിരുന്നു. കാര്യം എനിക്ക് ഭയമാണ് ഇങ്ങനെ കിടന്ന് കാണുമ്പോഴത്തേക്ക് പിള്ളേർ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് എനിക്കെൻ്റെ മനസ്സിൽ. അതും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വരെ ഉണ്ട്. പക്ഷേ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും പറഞ്ഞു ഇതേ അനുഭവം തന്നെയാണ് സ്കൂളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടെന്ന്. ഭയങ്കര വഴക്കും ബഹളവും, പറഞ്ഞാലും അനുസരിക്കുകയല്ലേ കുഞ്ഞുങ്ങളെന്ന്. എന്നുവെച്ചാൽ ഇവരെ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല ഇവരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട്. ഇവരെ നിയന്ത്രിച്ച് നിർത്താനും ആരുമില്ല, ഇവർക്കിത് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല, ഒന്നുമില്ല. ആ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് തലയും ഒരുത്തനെ പിടിച്ച് ഒരുത്തൻ തള്ളുന്നു, അവൻ തെറിച്ചു പോയാൽ വീഴുന്നത്. അവിടെ നിന്ന് എണീറ്റ് പോകുന്നു, ചിലരൊക്കെ കരയുന്നു, ആരുമില്ല. അല്ല ഇന്നത്തിനാണ് അങ്ങനെ ചെയ്തിട്ട് ഇത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നത് കാണിക്കുന്നത്, എന്തെങ്കിലും പറ്റത്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് ചോദിച്ചു. അന്നേരത്തേക്ക് അവരങ്ങ് 4 വഴിക്കും മാറിപ്പോയി. പിന്നെ ഞങ്ങൾ മാറി ഞാൻ ഓഫീസിൻ്റെ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെയും കേൾക്കാം കരച്ചിലും പിടിച്ചിലും അടിയിടിയുമ്പോഴും. അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പേരൻസൊക്കെ എന്നാ വിശ്വസിച്ചാണ് വെച്ചാൽ അവിടെ ഉള്ളവരല്ല ഉപദ്രവിക്കുന്നത്, ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ കിടന്ന അടിയാണ്. പക്ഷേ അവരെ നിയന്ത്രിക്കാനോ അവർക്കൊരു മേൽനോട്ടമായിട്ട് ഒരാൾ നിന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് പറയാനോ ആരുമില്ല. ഒന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ ഇവർ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ കിടന്ന് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ പറയില്ല ഒരു ഇതായിട്ട് പെട്ടെന്നുള്ളൊരിതായിരിക്കണം. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നവർ പെട്ടെന്ന് പോയി അവരെ അറിയിക്കാതെ ചെന്ന് നോക്കുക. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന അവിടുത്തെ വണ്ടിയിലും തിരിച്ച് കൊണ്ടുവരുന്ന അവിടുത്തെ വണ്ടി തന്നെയാണ്. ഫുഡും ഒക്കെ അവർക്ക് ഇഷ്ടത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതാണ് ഈ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല.
അവരുടെ തോന്നിയ പോലെ കിടന്ന് അവരുടെ ഞങ്ങൾ ആ ബാഗ് അങ്ങോട്ട് കൊണ്ടുവച്ച് അത് വലിച്ചെടുത്ത് എറിഞ്ഞ് എന്നതൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിയാം. ഇത് ഡ്രസ്സൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്ന കാണിക്കുന്നതാണ്. ഒന്നിനും ഒരു ഇതിൽ നിയന്ത്രണമില്ലാതുള്ള കാര്യങ്ങളാണ് അവരുടെ കിടന്ന് കാണിക്കുന്നത്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേളത്തെ നിലയിലാണ് ഇത്, ഒന്ന് അടിയിലാണ്. അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങൾ ഓടുന്നു, ഏതെങ്കിലും ഒരെണ്ണം കാല് തന്നെ താഴെ വീണാൽ മതി ഈ പിടിച്ച് തള്ളുന്ന വഴിക്ക്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഭയം പോലെ തോന്നും. ഞങ്ങൾ അവിടെ പോയല്ലോ എന്ന് എനിക്കായിപ്പോയി. പിന്നെ ഞാൻ ഓർത്ത് പൈസ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയെന്ന്, പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നോർത്ത്. ഞാൻ ഓർത്തിനെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഇതൊക്കെ കാണണം, ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്, ഇങ്ങനെ ആരുമില്ലാതെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാ സിറ്റുവേഷനൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് ഓർത്താണ് ഞങ്ങളവിടെ പോകാൻ തീരുമാനിച്ചത്. പക്ഷേ അവിടെ ചെന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പിള്ളേർ ശരിക്കും പേടിച്ച് പോയി. ഇവരുടെ ഈ വഴക്കും ബഹളവും ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇവരതൊരു കുഞ്ഞുങ്ങളാണ്, എനിക്കൊന്ന് ഇവർ 4-ലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അവരും അങ്ങ് വല്ലാതെ ഇതായിപ്പോയി അവിടെ ചെന്നതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യണമെന്നോർത്ത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ പിള്ളേർ തമ്മിലുള്ള വഴക്കും അവരുടെ മെയിനായിട്ടുള്ള ഏതെങ്കിലും ഒരു ആൾ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ വാർഡൻ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളെ അടിക്കുകയും വഴക്ക് പറയും, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും ആരും പുറലോകം അറിയുന്നില്ല. ഇത് പക്ഷേ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഒന്ന് ഓർത്ത് എനിക്ക് കാല് കെട്ടി തൂക്കിയിടുക എന്ന് പറഞ്ഞാൽ, അതും ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ അതിനൊക്കെ അങ്ങനെ ചെന്നിട്ട് അതിനെ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ട്. പിന്നെ പോലീസ് എന്തിനാ തെളിവിനായിട്ട് കയറും വടിയൊക്കെ എടുത്തുകൊണ്ട് പോയതിനകത്തിന്? പശുവിനെ കെട്ടാനായിട്ടോ അതോ പശുവിനെ അടിക്കാനായിട്ടോ? ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. കാലിൽ കയറിട്ട് കെട്ടിയതേ ഉള്ളെന്ന്. കാലെ കയറിട്ട് കെട്ടുന്നത് എന്നതിനാ? അത് ആ കെട്ടി തൂക്കിയ സ്ഥലം വരെ ആ വീഡിയോക്ക് എത്ര കാണിക്കുന്നുണ്ട്. എന്നാണേലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പേടി വരും. നമ്മുടെ കേരളത്തിൽ എന്നതൊക്കെയാണ് നടക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഭയം വരും. ഇനി ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുഞ്ഞുങ്ങളെ അവർ സുരക്ഷിതരാന്ന് ഓർത്തല്ലേ അവരോട്ട് കൊണ്ടാക്കുന്നത്. നമ്മളുടെ പേരൻസിൻ്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് 3 നേരം ആഹാരം കിട്ടും, അവർക്ക് കിടക്കാൻ ഒരു സ്ഥലം കിട്ടും, അവർക്ക് വിദ്യാഭ്യാസം കിട്ടും എന്ന് കരുതിയായിരിക്കുമല്ലോ ഓരോ പേരൻസും കൊണ്ട്. ഞങ്ങൾ അതിന് ആ സ്ഥാപനത്തിൽ ഒരു കൊച്ചിനോട് ഞാൻ ചോദിച്ചു എവിടെ വീട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എന്തെന്ന് വെച്ചപ്പോൾ അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ എന്തെന്ന് വെച്ചപ്പോൾ അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വീട്ടിൽ വേറെ ആരും ഇല്ലയെന്ന് വെച്ചപ്പോൾ ഇല്ല, ഞാനും എൻ്റെ അനിയനും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 2 പേരും ഇവിടെ വന്നു. ഞാൻ ചോദിച്ചപ്പോൾ അമ്മ കാണാൻ വരുമോയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞാൽ അമ്മ വരും, അമ്മ ഇടയ്ക്ക് വരും, വന്ന് കാണും, അമ്മ എന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകും, എന്നിട്ട് തിരിച്ചുകൂടെ തന്നെ കൊണ്ടുവന്ന് ആക്കുമെന്ന് പറഞ്ഞു. അവരും അവിടെ ജോലി ചെയ്യുന്നതിന് എൻ്റെ കുഞ്ഞ് സുരക്ഷിതമാണ്, നനയാതെ അത് കിടക്കുന്നു, പേടിക്കാതെ കിടക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു വിദ്യാഭ്യാസം കിട്ടും, അതിന് ആഹാരം കിട്ടും, ഇതൊക്കെ ഓർത്തായിരിക്കുമല്ലോ, അതിന് ഡ്രസ്സ് കിട്ടും, ഇതൊക്കെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു വിശ്വാസത്തിലാണ് കൊണ്ടാക്കുന്നത്. എത്രയാണെങ്കിലും നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ എന്നത് ഒരു വല്ലാത്തൊരു മനസ്സിനങ്ങ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് വല്ലാതെ ഫീലാകും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. കാര്യം ഞാൻ സാധാരണ വൈകുന്നേരങ്ങളാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എതിർത്തങ്ങ് ഇപ്പം തന്നെ ഇടാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് എനിക്കിത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം കേട്ടോ. ഇത് എത്ര പേര് കാണും അല്ലെങ്കിൽ എത്ര പേര് സപ്പോർട്ട് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ ആർക്കും താല്പര്യമില്ല. എന്നാലും എനിക്കിതൊന്നും അറിയിക്കണമെന്ന് തോന്നി, എൻ്റെ ചാനലിലൂടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.